ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എന്താണ് ഞാൻ കൊച്ചടുക്കളയിൽ ഉണ്ടാക്കുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയാലും ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഴുക്കട്ടയാണ്. പക്ഷേ സാധാരണ നമ്മൾ പല രീതിയിൽ കൊഴുക്കട്ട ഉണ്ടാക്കും. എരിവുള്ള കൊഴുക്കട്ട, എരിവില്ലാത്ത കൊഴുക്കട്ട, പിന്നെ അകത്ത് ഫില്ലിംഗ് ഉള്ള കൊഴുക്കട്ട, അരി അരച്ചുണ്ടാക്കുന്ന എന്താ പറയുക ചമ്പാവരിയിലുള്ള കൊഴുക്കട്ട, കഞ്ഞിവെള്ളം പോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നത്, സ്റ്റീംഡും ബോയിൽഡും. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റീംഡാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. ഇത് മധുര കൊഴുക്കട്ടയാണ്. മധുരം എന്ന് പറയുമ്പോൾ അകത്ത് ഫില്ലിങ് വേണ്ടേ, പക്ഷേ ഇത് അകത്ത് ഫില്ലിംഗ് ഒന്നും ഇല്ലാത്ത മധുരം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. 2-3 ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് ആദ്യം നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വയ്ക്കാം. തേങ്ങാപ്പാലിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പശുവും പാലിൽ ചെയ്താലും മതി. ഓക്കെ, ആദ്യം കുറച്ച് പഞ്ചസാര, അതായത് 1 കപ്പ് പഞ്ചസാര. അതായത് ഞാനൊരു മധുരക്കൊഴുക്കട്ടയ്ക്ക് മധുരം കണ്ടിരിക്കുന്നത് ആ ഒരു 1 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ ആദ്യം നമ്മളൊന്ന് ഉരുക്കുന്നു. ഉരുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു നൂൽ പാകമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്താൽ മാത്രം മതി. നന്നായിട്ട് മെൽറ്റ് ആകണം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ 1 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നു. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഇതൊന്ന് ഉരുകട്ടെ. എല്ലാം നല്ല വാട്ടർ പോലെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഇതിന് അരിപ്പൊടി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടി സാധാരണ നമ്മൾ അപ്പം, ഇടിയപ്പം കാര്യങ്ങൾക്കൊക്കെ എടുത്ത് വെക്കില്ലേ, ആ സംഭവം തന്നെയാണ് വറുത്ത അരിപ്പൊടി. നല്ലതായിട്ട് മൂപ്പിച്ച് വറുത്ത അരിപ്പൊടി. ഇത് കറക്റ്റ് പറഞ്ഞാൽ 1.5 കപ്പ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞു, തിള വന്നു തുടങ്ങി. എത്ര മതി, അലിഞ്ഞ് തിളയ്ക്കുക, അത്രേ ഉള്ളൂ. അതായത് ഇനിയിപ്പോൾ ഞാൻ മാവിടാൻ പോകുന്നു. ഇത് അരിപ്പൊടി, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം അരിമാവും പഞ്ചസാരയും, പഞ്ചസാര വെള്ളം, സിറപ്പ് എന്ന് പറയും. തീ ഒന്ന് കുറയ്ക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കട്ടയില്ലാണ്ട് നമുക്ക് റെഡിയാക്കാം. വളരെ ചെറിയ തീയിൽ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുക, രണ്ടാണെങ്കിലും പ്രശ്നമില്ല. കൂടുതലും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിയുമെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്കാണ് നമ്മൾ, അപ്പോൾ വളരെ ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് തന്നെ തുടങ്ങണം. അപ്പോൾ 2 പാൽ മതി, ഒരുപാട് തിക്കാവണമെന്നില്ല. ഈ മിക്സിങ് എല്ലാം തന്നെ തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ല തിക്കായിട്ട് കുറുക്കി പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന പോലെയുള്ള പാകത്തിലാക്കി എടുക്കണം. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന കൂട്ടത്തിൽ ഏലക്കാപ്പൊടി, പിന്നെ ഒരു ചെറിയ നുള്ളു ഉപ്പും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, 1.25 കപ്പ് പാലുമായി. ഈ തേങ്ങാപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിച്ചോളൂ, കുഴപ്പം. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതും ആകും. ഒരല്പം ഉപ്പ്, ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തു. ഇനി കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാൻ പോകും, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പും കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും നല്ലതായിരിക്കും. അതിലിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരു 25 ഗ്രാം വരെ ആകും. ഒരു ഇടത്തരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി നല്ല ടൈറ്റാക്കി എടുക്കുക. ഓക്കെ, ഞാൻ കൈയെടുക്കാണ്ട് ഇളക്കുന്ന നോക്കിയേ. ഇനി ഇത് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് തോന്നും ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് ഒറ്റ ലംബായിട്ട് ഒരൊറ്റ വലിയൊരു റൗണ്ട് പീസ്, എന്താ പറയുക, ഒരു വലിയ കട്ടയായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. ഓക്കെ, അതെ ടൈറ്റായി വരണോ. ഇനി ഇത് സ്മൂത്താകും. ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പാകമായിട്ട് വരും. ഓക്കെ, വളരെ ഫാസ്റ്റായില്ലേ കാര്യങ്ങളൊക്കെ. ഇച്ചിരി കൂടെ ആകാനുണ്ട്, ഇച്ചിരി കൂടെ ടൈറ്റായിക്കോട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന അണ്ടിപ്പരിപ്പാണ്. അത് പ്യുവർലി ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്താൽ മതി, നമുക്ക് എപ്പോഴും കാണണം എന്നില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം.
സ്മൂത്തായിട്ട് വരുന്നുണ്ട്. പാത്രത്തിൽ നിന്നും ഒറ്റക്കട്ടയായിട്ടിങ്ങനെ സിമ്പിൾ ഇത്രയും സ്മൂത്തായിട്ട് ആയിക്കഴിയും. അത് മതി. ഓക്കെ, ഇങ്ങനൊരു പാകമാണ് നമുക്ക് വേണ്ടത്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയി കഴിയും. ഇനി തീ ഓഫ് ചെയ്യാം. ഓക്കെ 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 റെഡി. ഒരല്പം തണുക്കുമ്പോൾ അത് കുറച്ചുകൂടി ടൈറ്റായി, കുറച്ചുകൂടി നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്നൊരു പാകമാവണം. എന്നിട്ട് ഞാൻ ഒരു ശകലം നെയ്യ് എടുത്തിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് വരെ ആകാം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയെടുക്കും. അതാണ് നമ്മുടെ മധുര കൊഴുക്കട്ടയാകാൻ പോകുന്നത്. ഓക്കെ, തണുക്കട്ടെ. ഇപ്പോൾ അത്യാവശ്യം തണുത്ത് കഴിഞ്ഞു. എനിക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാവ് മാറിക്കഴിഞ്ഞു. നോക്കി, നല്ല ഒരു സ്ട്രോങ് ആയി. ഓക്കെ, ആ ഒരു സ്റ്റിക്കിനെസ് ഒന്നും ഉണ്ടാവില്ല തണുത്ത് കഴിയുമ്പോൾ. ഇച്ചിരി നെയ്യ് ഒഴിക്കാം. കാണുന്നുണ്ടല്ലോ, അതെ, ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും, ഒന്നുമില്ല പ്രശ്നം. നെയ്യ് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ എത്രയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നെയ്യും എല്ലാം നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും കൊച്ചു കൊച്ചു ഉരുളകൾ എടുക്കാം. നമുക്ക് ഏത് സൈസാണെങ്കിലും ആ സൈസിലെടുക്കാം. അപ്പോൾ കുഴച്ചു, കൈ കഴുകി, ക്ലീൻ ഹാൻഡ്സ്. ഇനി നമുക്ക് ഉരുട്ടി തുടങ്ങാം. ഓക്കെ ഓക്കെ ഒരു വലിയ നെല്ലിക്ക അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങയല്ല, ഇത് നെല്ലിക്ക. ഓക്കെ, ഇതായിരിക്കും നല്ലത്, ബൈറ്റ് സൈസ്. അപ്പോൾ നമുക്ക് ഓരോരോ കൊഴുക്കട്ടയും ഒന്നിച്ച് വായിലിടാൻ. സ്മൂത്ത് റൗണ്ട് ബോൾ. അയ്യോ, ഇത് ഇച്ചിരി വലുതായി പോയി, ഇച്ചിരൂടെ ചെറുതാക്കാം. ഇതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നല്ല രസകരമായ ജോലിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കൊഴുക്കട്ട ഉരുട്ടാൻ. ഇതുപോലെ പിടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, സംതിങ് സിമിലർ. ഇത് കുറച്ച് സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളമേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ തിള വരും, ആവി വന്നു തുടങ്ങും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് ബോൾസ് ആക്കിയിട്ട് കത്തിക്കാം. ലാസ്റ്റ് ഒരു കുട്ടി, എപ്പോഴും ഒരു ലാസ്റ്റ് കുട്ടി ഒരു സ്മോൾ പിന്നെ എന്താ പറയുക കൊഴുക്കട്ട കിട്ടും, എല്ലാത്തിലും ഉണ്ടാവും ഇതുപോലെ. അതും ഇരിക്കട്ടെ, കളയുന്നില്ല. ഇനി നമുക്ക് കത്തിക്കാം. ഒന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ സ്റ്റീമർ തുറക്കുന്നു. ഇത്രയും കൊഴുക്കട്ട കിട്ടി, നമ്മുടെ മധുര കൊഴുക്കട്ട. നോക്കിയേ, എന്താ ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്ന് കാണാൻ. നല്ല ചെറിയ മുട്ട മാതിരി. ഇത് കാടമുട്ടയെക്കാട്ടിയൊക്കെ വലുതാണ് കേട്ടോ. ഇത് നല്ല ഷേപ്പിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഒരുപാടുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി. ഇനി ആവി വന്ന് തുടങ്ങും. നമുക്കിനി വെച്ചാലോ? ഒരു കുഴപ്പമില്ല, വയ്ക്കാം. ഒരു 10-15 മിനിറ്റ്, 15 മിനിറ്റ്സ് മാക്സിമം മതിയാകും. കാര്യം ഇത് ഓൾറെഡി കുക്ക്ഡാണ്. നമ്മൾ നല്ല വെള്ളത്തിലൊക്കെ ഇട്ട്, വെള്ളമല്ലായിരുന്നു, പാലായിരുന്നു, എങ്കിലും ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമത്തിലല്ലേ നമ്മളിങ്ങനെ ഇളക്കി എടുത്തേ വിട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് 3/4 കുക്ക്ഡ്. എൻ്റെ ലാസ്റ്റ് സ്റ്റേജാണിത്. 15 മിനിറ്റിൻ്റെ സ്റ്റീമിങ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്തെളുപ്പമല്ലേ മധുര കൊഴുക്കട്ട. ഇതിനകത്തെ സ്റ്റഫൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിന് ഇംപ്രവൈസേഷൻസ് ഞാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതിൽ തേങ്ങ വേണമെങ്കിൽ ഇടാം. ഓക്കെ, അത് നല്ലൊരു ഓൾട്ടർനേറ്റീവാണ്. കിസ്മിസ് ഇടാം, ഡേറ്റ്സ് അരിഞ്ഞിടാം. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണമെങ്കിൽ അവിടെ ഇങ്ങനെ കളേഴ്സും കാണും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കറക്റ്റ് 15 മിനിറ്റ്സ് ഓവർ. തീ ഓഫ് ചെയ്യട്ടെ. യെസ്, തുറക്കാം. ഓ മൈ ഗോഡ്, യെസ്, പെർഫെക്റ്റ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ചൂടാണ്, ഈ സമയത്ത് മാറ്റി വയ്ക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, ആവിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഒന്നൊന്ന് കൂളായിട്ട് നമുക്കത് മാറ്റാം, കഴിച്ചു വേണം. കാര്യം ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചിരുന്നാലേ
ആ താഴെ ആവി പിന്നെയും വന്നുകൊണ്ടിരിക്കുമല്ലേ, കുറച്ച് സമയം എടുക്കും ഇപ്പോൾ തണുക്കാനായിട്ട്. സോ രണ്ടായിട്ട് മാറ്റി, 2 തട്ട് 2ആയി. ഓക്കേ, ഇനി ആ പ്ലേറ്റിനെ ഞാൻ പുറത്തോട്ട് എടുക്കണം. അതിനൊരു 5 മിനിറ്റ് കൂടെ സമയം എടുക്കും തോന്നുന്നു. നല്ല ചൂട്, കുഴപ്പമില്ല, ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ അതൊക്കെ ശീലമാണ്. ചെയ്ത് നമുക്കിപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ, മിനി കൊഴുക്കട്ട, സോ സോഫ്റ്റ്, സോ ബ്യൂട്ടിഫുൾ. നമ്മളുടെ സ്വീറ്റ് മധുര കൊഴുക്കട്ട നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നു, എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ. നല്ല ബ്യൂട്ടിഫുൾ കൊഴുക്കട്ടാസ്. ആൻഡ് ദ ലാസ്റ്റ് നമ്മളുടെ കുട്ടിക്കൊഴുക്കട്ട. അവനെ എവിടെ വയ്ക്കണ്ടേ? ഓക്കെ, കുഞ്ഞ് ഒരു വിധം തണുത്തു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നല്ല മണം തുടങ്ങാമല്ലേ, ഇതിലൊരെണ്ണം എടുക്കാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തു എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തണുത്തിട്ടില്ല, അത്യാവശ്യം തണുത്തു, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അണ്ടിപ്പരിപ്പെല്ലാം കാണാമല്ലോ. സ്വീറ്റ് കൊഴുക്കട്ട, മധുരം ഓവർ മധുരമല്ല, വളരെ ലൈറ്റ് മധുരം, നല്ല സുഖകരമായ മധുരം എന്നൊക്കെ പറയാം. നന്നായിട്ട് തണുക്കണം. ഇതിപ്പം ഒരു അരപ്പാകം എന്ന് പറയാം തണുത്തത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു 15 മുതൽ 20 മിനിറ്റ് മാക്സിമം മതിയാകും. തണുക്കണം നന്നായിട്ട്. ഇടയ്ക്ക് എനിക്ക് അണ്ടിപ്പരിപ്പെല്ലാം കടിക്കാൻ കിട്ടിയിട്ടുണ്ട്. ആഹാ, സന്തോഷം. ഒരു കൊഴുക്കട്ട മുഴുവൻ കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യം, എസ്പെഷ്യലി കുട്ടികൾക്ക്. അവർക്കൊരു നല്ലൊരു 4 മണി പലഹാരമാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ. മധുരം കുറച്ചുകൂടെയൊക്കെ കുറയ്ക്കാൻ വേണമെങ്കിൽ കേട്ടോ, ഒരു ലൈറ്റ് മധുരം മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മധുരം പഞ്ചസാര ചേർത്താൽ മതി. ഇത് അത്യാവശ്യം മധുരമുണ്ട്, ഓവറല്ല. അങ്ങനെ നോക്കുക. എന്തായാലും സന്തോഷം. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക. അപ്പോഴല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് ഇഷ്ടമായോ. അത് നിങ്ങളുടെ ഫീഡ്ബാക്സാണ് എൻ്റെ ഊർജ്ജം, സത്യം പറഞ്ഞാൽ. വീണ്ടും പുതിയ നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക്സ്, ലൈക്ക്, കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സ് നിറഞ്ഞു പറയാണ്. വലിയ സന്തോഷമാണ് തരുന്നത്. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെയും നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് തോന്നുന്നു വീണ്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെന്താണ്, ഇത്രയും സമയം മാറ്റി വെച്ചില്ല എനിക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെന്താ പറയേണ്ടത്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.